ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ. കാരണം പടച്ച റബ്ബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അതെ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ അൽഹംദുലില്ലാ വീഡിയോ ഇട്ടില്ല. അതെ, ചെറിയ പ്രശ്നം പറഞ്ഞിട്ട് പക്ഷെ അത് ഇന്നാണ് റിസൾട്ട് കിട്ടിയത്. MRIന്റെ റിസൾട്ടിലൊക്കെ നോർമലാണ്. പിന്നെ ബയോപ്സി എടുത്തതും നോർമലാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അത് ആ റിസൾട്ട് കിട്ടുവോളം ആകെ നെഞ്ചിരിപ്പിലാകെ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ടേ. പേടിപ്പിക്കാന്ന് പറഞ്ഞാല് അവർക്ക് ആദ്യത്തെ ടെസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് ലേശം മോശമായിട്ടുള്ള നല്ല ഒരു റിസൾട്ട് അല്ല. പക്ഷെ ഇപ്പോഴും ലാസ്റ്റ് വന്ന റിസൾട്ട് എന്താന്ന് വെച്ചാല് നമ്മൾ ചിന്തിച്ചിരുന്ന പോലെ അതുപോലെ ഡോക്ടർ പറഞ്ഞതുപോലെ ക്യാൻസർ എന്നല്ല. പക്ഷെ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. അതായത് എന്നാലും അത് നമുക്ക് ബേജാറാവാന്നുള്ള ഒന്നുമില്ല. അതൊരു പകർച്ചവ്യാധിയാണ് ആ മുഴ വന്നിട്ടുള്ളത്. വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും വന്നാൽ വീണ്ടും എടുത്ത് കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പടച്ചിറപ്പ് കാക്കട്ടെ, ഇനി ഇല്ലാതിരിക്കട്ടെ. ഏതായാലും അൽഹംദുലില്ലാ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗമല്ല ഇത്. ഒരു ആ ശരീരത്തിൽ തന്നെ പകരുന്ന, അതായത് വേറെ ശരീരത്തേക്കല്ല, അവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു മാസം കാണിച്ചിട്ട് വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മരുന്ന് തന്നിട്ടുണ്ട്. എന്നാലും അതൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം അല്ലേ. കാരണം എന്നാലും നമുക്ക് സമാധാനമുണ്ട്. പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും എല്ലാരും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതെ. പിന്നെ ഞങ്ങളെ ബാക്കിക്കാര് എല്ലാരും ഇടക്കിടക്ക് വിളിക്കുന്നേന്ന് എന്തായി വെച്ചുകൊണ്ട് ഫോണിനൊരു സമാധാനം ഉണ്ടായില്ല. അതെ. അതുപോലെ തന്നെ ഇതിന്മേ കളിയാക്കിയ ആൾക്കാരുണ്ട്. ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ നമ്മളെ കളിയാക്കിയ ആളുകൾ ഒരുപാടുണ്ട്. പിന്നെ അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ ചില ആളുകളൊക്കെ എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞിരുന്നു ഇവിടെ എന്ന് പറയുന്നത്, വാട്സപ്പിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ അവർ ക്യാഷ് പിരിച്ചു കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോണേ. അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മളെ ചെറു മോൻ്റെ തന്നെ ഒരു പീസിൻ്റെ കാര്യമുണ്ട്. നമ്മളെ ബ്ലഡ് നമുക്ക് പെട്ടെന്ന് അടക്കാനുണ്ട് കുറച്ച് ക്യാഷ്. അത് അടച്ചിട്ടില്ല. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഓരോ നമ്മളെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ മോൻ പഠിക്കണ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ 80,000 രൂപ അടക്കാണ്ട്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ആരും തരാനൊന്നിനും പറയല്ല കേട്ടോ. നമ്മുടെ ഫാമിലിൻ്റെ കാര്യം പറയാം. അപ്പോൾ അവിടുന്ന് 80,000 രൂപ എങ്ങനെ തരാനാ അവര്? പിന്നെ കയ്യുമ്മല ഒരു കുരു കീറാൻ 18,000 വാട്സപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും വാങ്ങുന്ന ആൾക്കാരെ എങ്ങനെ തരാനാന്നൊക്കെ പറഞ്ഞവരെ ഉണ്ട് നമ്മളെ ഫാമിലിയിൽ തന്നെ. അതാണ് നമ്മുടെ ലോകം. സത്യത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും ഒരു കാശ് വാങ്ങാൻ ആർക്കും വിധി തരാതിരിക്കട്ടെ അല്ലേ. ഒരാളെ കൈ നീട്ടാനും ഒന്നിനും അള്ളാഹു വിധി തരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മളൊന്ന് പോന്ന്. ഇനി ഒരു മാസം ചെന്ന് കാണിച്ചാലും മരുന്ന് കഴിച്ചാലും ഒക്കെ ഏതായാലും അങ്ങനെയുള്ളൊരു മാറാരോഗം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഡേഞ്ചർ അസുഖങ്ങളൊന്നും അല്ലല്ലോ. അതിന് നമുക്ക് പടച്ചമ്പുരാനോട് നന്ദി പറഞ്ഞാൽ മതിയാവൂല. ഡോക്ടർമാരിങ്ങനെ പറഞ്ഞു. ഇന്നും തന്നെ ഒരു ഡോക്ടർ ചെന്നൈക്കില്ലേ പടച്ച തമ്പുരാന് എന്താണ് ഫസ്റ്റ് കാണിച്ച ഡോക്ടർ ഞങ്ങളെ റിസൾട്ട് വാങ്ങി നോക്കട്ടെ റിസൾട്ട് അല്ലല്ലോ അതിന്റെ ഐഡി നോക്കാൻ റിസൾട്ട് എന്തായി നോക്കാൻ കമ്പ്യൂട്ടറിൽ അടിച്ചു കാണാൻ നോക്കിക്കാണ്ട് എന്താ വെച്ചാൽ വേറെ ഡോക്ടറാണ് ഓങ്കോളജി ക്യാൻസറിന്റെ ഡോക്ടറാണ് കാണിക്കാറുള്ളത്. അപ്പോ എന്താണ് മറ്റേ ഡോക്ടർ നോക്കിക്കാണ്ട് പറഞ്ഞ് എല്ലാം ചിരിക്കണ ഡോക്ടറാണ് എപ്പോഴും. മുഖം മാറി നിങ്ങളോടല്ലേ അത് മറ്റേ ഡോക്ടർ ഇവിടെ ഡോക്ടറെ നോക്കിണ്ട് അയാളെ മുഖഭാവങ്ങൾ. അതിന് മുമ്പ് ഒരു ടെസ്റ്റ് വന്നപ്പോഴും മുഖഭാവത്തിന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വാറിനെ വലിച്ച് ഇനി മുഖം കണ്ടിട്ട് ടെൻഷൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് മുഖത്തേക്ക് നോക്കാനും തോന്നുന്നില്ല. കാരണം അയാൾ മുഖം ഒരിക്കൽ കണ്ടപ്പോ തന്നെ അയാൾ ഇങ്ങനെ പ്രത്യേക നോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ടെൻഷൻ എടുക്കണ്ടട്ടാ. അത് ആ ഡോക്ടറോട് ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു. എന്നിട്ട് നേരെ മൂപ്പര് നോക്കിയിട്ട് ID നമ്പറൊക്കെ വെച്ച് നോക്കി നേരെ റിസൾട്ട് നോക്കിയ ആള് റിസൾട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പോയ ആള് തിരിച്ചു വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു അത് ആ ഡോക്ടറെ തന്നെ പറഞ്ഞോളൂ. ഡോക്ടറോട് പറഞ്ഞാൽ മതി. ആ ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിച്ചു. അല്ല അത് അവര് പറയും. ഇവിടെ മുഖത്ത് നോക്കി പറയണേ ടെൻഷനൊക്കെ നല്ലുണ്ട്. പിന്നെ എവിടുക്കാ ടെൻഷൻ ഇല്ലായിരിക്കും. അതും കൂടി ചോദിച്ചാൽ കഴിഞ്ഞു അതോടുകൂടിയിട്ട്. അങ്ങനെ എന്താണ് പിന്നെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് സ്കാനിങ്ങിന്റെ ഒക്കെ കിട്ടി. പിന്നെ അത് ചെന്നപ്പോ ഡോക്ടർ ചിരിച്ചു കുഴപ്പമില്ല. അത് രസമുണ്ട്. കൊറേ കഴിഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ
ഞങ്ങള് ഇത് ഫുള്ള് വിഷമിച്ചിരിക്കുന്നു. എന്നെക്കാട്ടി വിഷമ ഭാവം. അതിൽ ഡോറിന് തുറന്നപ്പോ അയാൾ അതിന്റെ ഉള്ളിൽ കാണിട്ട് ആ ഡോക്ടർ അപ്പൊ നമ്മളോട് അതാ അയാൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിളിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ നമ്മൾ ഒരു ഇതുണ്ടല്ലോ, ചില സമയങ്ങളിൽ നമുക്ക് എന്ത് കണ്ടാലും ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടല്ല നമുക്ക് അല്ലേ അങ്ങനെയുള്ള തോന്നുള്ളൂ. എല്ലാം അതിന്റെ വിപരീതമായിട്ടുള്ള തോന്നുള്ളൂ. ഇതാണ് ആ രീതിയിലാകുമ്പോൾ. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്നുണ്ട് ആ മൈമൂനല്ലേ, മൈമൂന ഒരുപാട് വിളിച്ച് ഈ മുഖത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ അദ്ദേഹം സ്ട്രോങ് മുഖം തന്നെയാണ്, ഇങ്ങനെ വിഷമമുള്ള ഒരു മുഖം. പെട്ടെന്ന് കുഴപ്പമില്ലാട്ടായിരുന്നു. ഒരു പേടിയും പേടിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയർ ആണ്. പക്ഷെ എന്താണ് ഈ സംഭവം വീണ്ടും വരും എന്ന് പറഞ്ഞു. അതെ, വീണ്ടും വരും. പകരുന്ന സംഭവമാണ്. ഇത് വീണ്ടും വരാൻ കയ്യിൽ വേറെ ഭാഗത്തേക്ക് വരാൻ സാധ്യത. അപ്പൊ എടുത്ത് കളയേണ്ടി വരും. ഒരു മാസം മരുന്ന് കഴിച്ചിട്ട് വീണ്ടും വരണം എന്നൊക്കെ. എന്നാലും വേണ്ടിയില്ല, വീണ്ടും പകരുന്നുണ്ടാ. അതെ, ടെസ്റ്റ് ചെയ്യാനോ ആദ്യത്തെ ആ ടെസ്റ്റിന് ഇങ്ങനെ വായിച്ചപ്പോ പറഞ്ഞതിൽ എന്തോ പകരുന്ന മലയാളം പരിഭാഷ ചെയ്താണ് നോക്കിയപ്പോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ ഓരോ ഭാഷയിൽ എഴുതന്നെ അല്ല, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ അങ്ങനെ മലയാളം വരും, അങ്ങനെ വരിക. റ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകരുന്നുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തി. ഇപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ട് തൊടുമ്പോ വേദന ഉണ്ടല്ലേ, ഉള്ള ഉണങ്ങിയിട്ടുണ്ടാവും ചിലപ്പോഴേ. ഭയങ്കര വേദന ഉണ്ട്. അപ്പൊ ആ വിചാരിച്ചു പറയുമ്പോ ഇനി ഉണ്ടോ അതിന്റെ ഉള്ളിൽ, ഇനി ഉണ്ടാവൂല. പടച്ചറബ് ഭയങ്കര വേദന ഇനി ഉണ്ടാവൂല. അതായത് ഒന്നാമതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടില് ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് 4 ആൺകുട്ടികളുള്ളത്. ഇപ്പോൾ അടുക്കളയിലെ ജോലി വേറെ എല്ലാം ഓളനെ ചെയ്യണം. അപ്പൊ ഈ കൈ ഈ പറഞ്ഞ ശാസ്ത്രക്രിയ ചെയ്ത് വന്നിട്ടും എല്ലാം അവളേനെ ചെയ്തിരുന്നു. അപ്പൊ വേറൊരാളില്ലല്ലോ. അതെ, അപ്പൊ എന്നാലും ഞങ്ങള് സഹായിക്കാന്നാണ് ഒരു പരിധി ഉണ്ടാവില്ല. എന്നാലും വീട്ടിലെ മെയിൻ ജോലികളൊക്കെ ഓളനെ ചെയ്യണ്ടേ. ഞങ്ങൾ സഹായിച്ചാലും നമുക്ക് എന്തെങ്കിലും കഴുകി കൊടുക്കാനോ എന്തെങ്കിലും. ഇത് വന്നതിന് ശേഷം തന്നെ ഒന്നിനും മൂടില്ല, എന്താ പറയാ, ടോട്ടലി ഒരു മൂടില്ല. ഒന്നിനും ഒരു കഥയിലെ ജീവിതം. ഏതായാലും അൽഹംദുലില്ലാ, പടച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോടും ഒത്തിരി നന്ദി പറയണ്ട്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഗൾഫിൽ നിന്ന് വരെ ഇന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചുകൊണ്ട് ചോദിച്ച് അദ്ദേഹം ഇത് കാണുമ്പോ അദ്ദേഹത്തിന് കണ്ടിട്ട് അദ്ദേഹം ഇതും കാണുമ്പോ അദ്ദേഹം എത്ര നന്ദി പറയണം എന്നറിയില്ല. നമ്മൾ വിളിക്കുമ്പോ ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്കൊരു സന്തോഷമല്ലോ. അദ്ദേഹം വിളിച്ച് മലപ്പുറമാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് എന്തായി റിസൾട്ട് വന്നു, അന്നത്തെ വീഡിയോയിൽ റിസൾട്ട് എന്ന് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ച് ഒരുപാട് സന്തോഷമായി. നമ്മളെ ബാക്കിക്കാർ വരെ ചില ആളുകൾ വരെ നമുക്ക് വിളിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അപ്പൊ അവരൊക്കെ വിളിക്കുമ്പോ നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നൊക്കെ തോന്നുന്നു. ഇതൊക്കെ ഇപ്പൊ ഇനി സംഭവിച്ച കാരണം അള്ളാന്റെ ഒരു ഇതാണ്. പിന്നെ ഒരുപാട് ആളെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പോ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. നമ്മള് കുരു കീറാൻ അവൾക്ക് കുരു കീറാൻ 18,000 റുപ്യ അല്ലാത്ത ആൾക്കാർ എവിടെ നിന്നാണ് 80,000 റുപ്യ അടക്കാന്ന് ചോദിച്ചു. ഏതായാലും പൈസ നമുക്ക് തരുന്നു അല്ലെങ്കിൽ വേറെ ആളുകൾ കൊടുക്കുന്നു ഒക്കെ പടച്ച റബ്ബാണ്. പ്രതീക്ഷിക്കാത്ത കയ്യിൽ നമുക്ക് കൊടുന്നിരും. നമ്മൾ അതിനെ പറ്റി ഏതായാലും ആരും കഷ്ടപ്പെടുത്താതിരിക്കട്ടെ, എല്ലാവരും നന്നാക്കട്ടെ. അതെ, ആർക്കും വരാതിരിക്കട്ടെ, എല്ലാവരും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇന്നലെ വീഡിയോ ഇട്ടുകൊണ്ട് ഇനിയിപ്പോ എന്തായി. അതെ അതെ, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ റിസൾട്ട് നാളെ കിട്ടും എന്നൊക്കെ. അപ്പൊ അതിന്റെ പറയാൻ ചേട്ടനാണ് ഇത് പറഞ്ഞത്. അപ്പൊ എല്ലാവരും എന്താണ് പ്രാർത്ഥിക്കുക, ആർക്കും ഒന്നും നല്ലത് വരട്ടെ കേട്ടോ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ അല്ലേ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും.